തിരുവനന്തപുരം ഉള്ളൂർ കോണത്തെ അങ്കനവാടിക്ക് സമീപം മരം ചാഞ്ഞു നിൽക്കുന്നുവെന്ന പരാതി. വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശത്തെ മരം വൈദ്യുതി കമ്പിക്ക് സമീപത്താണുള്ളത്. നിരവധി തവണ പരാതി നൽകിയിട്ടുണ്ട്, പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. തിരുവനന്തപുരം ഉള്ളൂർക്കോണം പ്രദേശത്താണ് നമ്മളുള്ളത്. അംഗൻവാടിയാണ് കാണുന്നത്. തൊട്ടിപ്പുറത്തൊരു വീടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇവിടെയുള്ളവർ ഇപ്പോൾ മാറി താമസിച്ചിരിക്കുകയാണ്. അപ്പം കുട്ടികളുടെ പഠനം അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. തൊട്ട് മുകളിലേക്ക് നോക്കിയാൽ തൂങ്ങി നിൽക്കുന്ന അപകടം കാണാൻ കഴിയും. കാരണം ഈ പട്ട് നിൽക്കുന്ന, അതായത് ഏതു സമയവും പിഴുതു വീഴാൻ നിൽക്കുന്ന മരം അത് ലൈൻ കമ്പിക്ക് നേരെ നിൽക്കുകയാണ്. അപ്പോൾ ആളുകൾ ഈ ആശങ്ക ഏറെ നാളുകളായി പറയുന്നുണ്ട്. ഈ ആശങ്കയ്ക്ക് പരിഹാരം ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് സ്വകാര്യ ഭൂമിയാണ്. അതുകൊണ്ട് വീട്ടുകാർ തന്നെ ചിലവേറ്റെടുത്ത് മുറിക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് തന്നെ സമീപകാലത്തുണ്ടായ അപകടങ്ങൾ അറിയാം. അപ്പോൾ തൊട്ട് മുന്നിൽ അപകടം ഉണ്ടാകുന്നു. ഈ വെള്ളത്തിലേക്ക് ലൈൻ കമ്പി പൊട്ടി വീണുണ്ടെന്ന് അപകടം ഊഹിക്കാം. കാരണം ഈ പ്രദേശം ആകെ വീടുകളാണ്. അംഗൻവാടിയിലേക്ക് കുട്ടികൾ എത്തുന്നതാണ്. അംഗൻവാടി തൊട്ടിപ്പുറത്താണ് ഇപ്പോൾ എന്തായാലും മാറ്റി സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു വ്യക്തിയുടെ വീടുമുണ്ട്. ഒരു സ്ത്രീ മാത്രമാണ് താമസിക്കുന്നത്. അവരിപ്പോൾ മറ്റൊരു വീട്ടിലേക്ക് വാടകയ്ക്ക് താമസിക്കുകയാണ്. ഈ അപകടം മുന്നിലുള്ളത് കൊണ്ട് എന്തായാലും ഏറ്റവും പ്രധാനമായി ഇത് പരിഹരിക്കപ്പെടണം എന്നുള്ള കാര്യം തന്നെയാണ് ഇവർ പറയുന്നത്. അതിന് പരിഹാരം ഉണ്ടാകുന്നില്ല. വെള്ളക്കെട്ട് കാരണമാണ് ഈ മരം ഇപ്പോൾ പട്ടത്. ഈ മരം പട്ട് ഈ ലൈൻ കമ്പീനെ മണ്ടേ കൂടെ വീണ് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ കറണ്ട് ഉണ്ടാവും. അറിയാതെ വന്ന് ആരെങ്കിലും കയറും, കുട്ടികളോ ആരെങ്കിലും വന്ന് കയറും, കറണ്ട് അടിച്ച് മരിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവും. അങ്ങനെ മരണപ്പെട്ടാൽ മാത്രമേ ഗവൺമെൻറ് ഇതൊരു നടപടിയായിട്ട് മുന്നോട്ട് പോകും. പല പ്രാവശ്യം KSEB പറഞ്ഞതാണ്, അവർ ചെയ്യത്തില്ല. വീട്ടുകാർ പോയി പറഞ്ഞു, നാട്ടുകാർ പോയി പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല. ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയത വെള്ളക്കെട്ടിന് കാരണമാകുന്നു. അപ്പം കൺമുന്നിൽ ഇതൊരു അപകടക്കെണി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിന് അടിയന്തരമായി പരിഹാരം വേണമെന്ന് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. പലവട്ടം ആളുകൾ കടന്നു പോകുമ്പോൾ ജാഗ്രതയോടുകൂടിയാണ് അവർ കടന്നു പോകുന്നത്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വേണമെന്നാണ് അവർ പറയുന്നത്. ശ്യാമിനൊപ്പം രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.